അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൺസേൺ അവരുടെ മക്കളാണ്. മക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളും ഒരുപാട് പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രശ്നപരിഹാരത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ആലോചിക്കും. പക്ഷേ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടാറില്ല, അതങ്ങനെ പോകാറുള്ളത്. ഗ്രീൻ വാലി സ്കൂൾ അത്തരമൊരു സംരംഭത്തിന് വേണ്ടി, ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഞാൻ സലാം സർ, കൂടെ മുനവർ സാറുണ്ട്. മുനവർ സാറേ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ കോമൺ ആയിട്ട് പറയുന്നത്? മക്കൾ തന്നെയാണ്. അത് മക്കൾ വളരുന്തോറും പ്രശ്നം കുറേയല്ല കൂടുകയാണ്. അതെ, അതിൽ പുറമേ നിന്ന് കേൾക്കുന്ന പല വാർത്തകളുടെ സ്വാധീനമുണ്ട്. പിന്നെ ഈ കുട്ടികൾ അവരുടെ പെരുമാറ്റത്തിൽ കാണിക്കുന്ന ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തുമ്പോൾ കുട്ടികളിൽ നിന്നുണ്ടാകുന്നൊരു പ്രതീക്ഷിക്കാത്ത പ്രതികരണങ്ങളും സംഗതികളൊക്കെ ഉണ്ട്. പിന്നെന്താണ്, കുട്ടികളെക്കുറിച്ചുള്ള നമ്മുടെ വലിയ എക്സ്പെക്റ്റേഷൻസ്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കുട്ടി എന്നൊരു സംഗതിയെ കണക്കൂട്ടുന്നത് നോക്കി കാണണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദികൾ തന്നെയാണ്. പക്ഷേ ഈ ആദികളിങ്ങനെ കൊണ്ടെടുക്കുക എന്നുള്ളത് ഇതിനെങ്ങനെ പരിഹരിക്കണം എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും കുറേ പ്രോഗ്രാമുകളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ യൂട്യൂബിലൂടെ കേൾക്കുമായിരിക്കും. പക്ഷേ പാരൻസ് ശരിക്കും മാറിയെങ്കിൽ അവരുടെ ചില മാറ്റങ്ങൾ മാത്രമാണ് കുട്ടിയെ മാറ്റുന്നുള്ളൂ. അതെ അതെ. അപ്പോൾ ആ മാറ്റത്തിൻ്റെ വലിയൊരു ഘടകം പാരൻറ്റിങ് എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. തീർച്ചയായും. ആ ഒരു അറിവില്ലായ്മ ആണ് പലപ്പോഴും ഇന്ന് ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത പ്രശ്നം. പലരും അവരെങ്ങനെയാണോ ജീവിച്ചത്, അവരെങ്ങനെയാണോ പാരൻസ് വളർത്തിയത്, ആ ഒരു മെത്തേഡാണ് കുട്ടികളുടെ കാര്യത്തിൽ പയറ്റുന്നത്. പലരും ഒരുപാട് ഇൻഫർമേഷൻസ് അവരിങ്ങനെ നിരന്തരമായിട്ട് യൂട്യൂബിൽ ഒരുപാട് ഇൻഫർമേഷൻസ് കാണുന്നുണ്ട്, ഇത്തരം ഗൈഡൻസ് കാണുന്നുണ്ട്. ജസ്റ്റ് അതിങ്ങനെ നമ്മളെ തലച്ചോറിലൂടെ ഇങ്ങനെ ഓടിപ്പോവാണ് ചെയ്യണത്. ഇപ്പോൾ ഷോർട്സ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും ഒന്നുപോലെ ഇതിൻ്റെ ചെറിയ കണ്ടൻറ്റ് പോലും നമ്മളെ തലച്ചോറിൽ ബാക്കി നിൽക്കണില്ല. അപ്പോൾ ശരിക്കും ഇതൊരു പഠനം എന്ന് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട് ഒരു പാഠ്യപദ്ധതി വെച്ച് അതൊക്കെ കൃത്യമായി നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾക്ക് നോട്ട് ചെയ്ത് അങ്ങനെ പഠിക്കണം വേണം. അപ്പോഴാണ് ഒരു പാരൻറ്റിങ് ശരിക്കും ക്രിയേറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ അങ്ങനെ പഠിക്കുമ്പോഴാണ് അവനവൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ട് ചെയ്യുന്നതിൽ കാര്യമായിട്ട് പാരൻറ്റിങ്ങിനുള്ള ടൂൾ ഒന്ന് ദേഷ്യമാണ്. അതെ അതെ. മറ്റൊന്ന് ഞാനൊരു ഈഗോ ആണ്. അതെ. ഇതൊക്കെ വെച്ചിട്ടാണ് പാരൻറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ ഈ ദേഷ്യം ഈഗോ വെച്ച് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമ്പോൾ തൽക്കാലം അടങ്ങിയേക്കാം. പക്ഷേ കുറേ കഴിഞ്ഞാൽ പിന്നെ ഇവർ അഡോളസൻസിലെത്തുമ്പോൾ തിരിച്ചു അപ്പോഴാണ് എന്നെ കൊണ്ടാവുന്നില്ലല്ലോ, അപ്പോഴത്തെ അടുത്ത വേറെ ചെറു കുട്ടിയുണ്ട്, 2-3 കുട്ടികളുണ്ടാവും, അതൊക്കെ പാടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. നമ്മൾ ഗ്രീൻ വാലി സ്കൂൾ രക്ഷിതാക്കൾക്ക് നമ്മൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വർഷങ്ങളായിട്ട് നമ്മൾ തുടങ്ങിയല്ലേ സ്റ്റെപ്പ് പ്രോഗ്രാം? അതെ, നമ്മൾ സ്റ്റെപ്പ് എഫക്റ്റീവ് പാരൻറ്റിങ് കോഴ്സായിട്ട് വർഷങ്ങളായിട്ട് നടത്തി പോരുന്നതാണ്. ഇത്തവണ നമ്മൾ ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് ഓരോ മാസത്തിലും ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ച് ഓൺലൈനിൽ അതിൻ്റെ ഇസ്ലാമിക വശവും അതുപോലെ തന്നെ ചൈൽഡ് സൈക്കോളജിയുടെ വശവും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു പഠനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒരു വ്യവസ്ഥാപിത പാരൻറ്റിങ് സെഷൻ അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് വരുന്ന 31-ാം തീയതി വെള്ളിയാഴ്ച, പിന്നെ ഇശാഇന് ശേഷം 8:30-ക്കാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഓൺലൈനാണ്. ഓൺലൈനാകുമ്പോഴുള്ള സാധ്യത എന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്നതാണ്. അതെ. പക്ഷേ അതിന് കണ്ട് മുൻകൂട്ടി സമയം ഒന്ന് ക്രമീകരിക്കണം. അതെ, യാത്രയിലാണെങ്കിലും. പിന്നെ ഈ ഒരു പാരൻറ്റിംഗ് എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തമാണല്ലോ, അത് ഉമ്മൻ്റെ മാത്രം ഡ്യൂട്ടിയല്ല, ഉപ്പയും രണ്ടും കൂടെ ചേർന്നിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ രണ്ടുപേരും ഈ വിഷയത്തിൽ ധാരണയുള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ രണ്ടുപേരും പരസ്പരം സഹകരിച്ചിട്ട് ചെയ്തു പോകണം. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് മദേഴ്സിന് മാത്രമല്ല, പാരൻസിനാണ്. ഫാദറും മദറും ഇതിൽ പങ്കെടുക്കണം. നമ്മൾ ആദ്യത്തെ നമ്മുടെ ഒരു ഫാക്കൽറ്റിയെ നമുക്കൊന്ന് ജസ്റ്റ് ആദ്യം നമ്മൾ ഷംജാസ് കെ അബ്ബാസാണ് ഈ രംഗത്ത് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് പാരൻറ്റിങ് സെഷനുകൾ കൈകാര്യം ചെയ്ത് എസ്പെഷ്യലി അഡോളസൻസിനിടയിൽ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങളും അവരുടെ പ്രോബ്ലംസിൻ്റെ റീസൺസ്, അതിനുള്ള സൊല്യൂഷൻസ്, ഇതൊക്കെ നിരന്തരമായി റിസർച്ച് ചെയ്ത് കണ്ടെത്തി അവർക്ക് വേണ്ട മൊഡ്യൂൾസും പദ്ധതികളൊക്കെ രൂപീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോഡിയിലൊരു മെമ്പർ കൂടെയാണ് അദ്ദേഹം. റിസർച്ച് ഫാക്കൽറ്റിയാണ് അക്കാഡമിക്കിൽ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ അത് തുടങ്ങി, പിന്നെ അതിനനുബന്ധ അടുത്ത മാസത്തിൽ ഇതുപോലെ തന്നെ ഓരോ ഫാക്കൽറ്റികൾ വ്യത്യസ്ത വിഷയങ്ങളാണ്.
പിന്നെ ഇതിൽ കേൾക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടിയും രക്ഷിതാക്കൾ പഠനം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള അതെ, പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കുറച്ച് റിവാർഡുകൾ, അതിൻ്റെ സമ്മാനങ്ങളും അല്ലേ, ക്ലാസ് വൈസ് അതിനുള്ള അവാർഡുകൾ ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാ അതാണ് നമ്മൾ കാണുന്നത്. വർഷത്തിൽ ഒരു ഏകദേശം ഈ ഒരു വർഷം നമ്മളൊരു 8-9 സെഷൻസ്, അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഫിസിക്കൽ അതെ സാധ്യമാവുന്ന സമയങ്ങൾ നമുക്ക് ഫിസിക്കലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പ്രിയമുള്ള രക്ഷിതാക്കൾ, നമ്മൾ നടത്തുന്ന ഈ ഉദ്യമം അത് നമുക്കൊരു കേവലം ഒരു പ്രോഗ്രാമിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒന്നല്ല. മക്കളുമായിട്ട് നമ്മളൊക്കെ ഇടപഴകുമ്പോൾ നമ്മളൊക്കെ മാറേണ്ടതുണ്ട്. നമ്മളടക്കി നമുക്ക് പഠനം, അറിവ് അത് പ്രാക്ടിക്കലാക്കാൻ നമുക്ക് കഴിയട്ടെ. പഠിക്കാനുള്ള അവസരം നമ്മൾ കണ്ടെത്തുക. നാളെ നമുക്ക് ഖേദിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുണ്ടാവണം. എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.